എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ലൂഫി ഇപ്പോ ആ ഗക്കോമുറയെ ഭീഷണിപ്പെടുത്താണ്. ഉറപ്പായിട്ടും ഞാൻ ആ ഷാഡോസുകളെ എല്ലാം തന്നെ യഥാർത്ഥ ഉടമസ്ഥർക്ക് തിരികെ കൊടുക്കും. അതിന് ആ ഗക്കോമുറയെ പറയും, നിന്നെ കൊണ്ടതിന് ഒരിക്കലും കഴിയില്ല. ഒരുപക്ഷെ നിനക്ക് ആ ഷാഡോസിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞേക്കും, പക്ഷെ അത് തിരികെ ആരുടെ ബോഡിയിലേക്ക് പോണെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. എന്നെ കൊണ്ടല്ലാതെ അത് തിരികെ ആർക്കും കൊടുക്കാനായിട്ട് കഴിയില്ല. ലൂഫിക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോയി അങ്ങനെ ചാടി വന്ന് ഇപ്പൊ വില്ലനെ തൊഴിക്കാൻ ശ്രമിക്കാണ്. പക്ഷെ അപ്പോഴേക്കും അവന്റെ ഒരു ക്ലൗൺ ലൂഫിയെ തടയും. ആക്ച്വലി വില്ലൻ ഗക്കോമുറയ്ക്ക് ഒരു ക്ലൗൺ ഉണ്ട്. ഗക്കോമുറയെ ആര് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഉടനെ ആ ക്ലൗൺ അവരെ തടയും. ഗക്കോമുറയെ പറയും, ഒരു കാരണവശാലും നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. കാരണം എന്റെ ഷാഡോസും സോംബീസും നിങ്ങൾ ആരെയും എന്റെ ഏഴയലത്തേക്ക് അടുക്കാനായിട്ട് അനുവദിക്കില്ല. സോ ഒരു ജോലിയും ചെയ്യാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോവാണ്. അതിന് ലൂഫി അവൻ ടെൻഷനായിട്ട് പറയും, നീ കിങ് ഓഫ് ദ പൈററ്റോ? ഒരിക്കലും അല്ല, ഞാനാണ് കിങ് ഓഫ് ദ പൈററ്റ്. അതിനാ ഗക്കോമുറിയെ ചിരിക്കും. ആക്ച്വലി നിന്റെ ഷാഡോയും നിന്നെ പോലെ തന്നെയാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത 900 അവനും ഇപ്പൊ കിങ് ഓഫ് പൈററ്റ് ആവണമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കഴിയും തോറും നിന്റെ പേഴ്സണാലിറ്റി അത് മുഴുവനായിട്ടും മറന്ന് അവൻ എനിക്ക് ലോയലായി തീരും. അങ്ങനെ എന്റെ ലക്ഷ്യം അത് പൂർത്തിയാവുമെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഇതൊന്നും കേട്ട് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അവൻ ആ ഗക്കോമുറിയുടെ അസിസ്റ്റന്റിനെ ചവിട്ടി തെറിപ്പിച്ച് ഇപ്പൊ ഗക്കോമുറിയെ അറിഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. പക്ഷെ എന്താ, അവന്റെ ക്ലൗണ് ലൂഫിയുടെ ഓരോ പഞ്ചും സിമ്പിളായിട്ട് തടയുകയാണ്. അടുത്ത നിമിഷം ഒരുപാട് വവ്വാലുകൾ വന്ന് ലൂഫിയെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട് ആ ഗക്കോമുറയ്ക്കാണെങ്കിൽ ഭയങ്കര ആവേശാവും. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ ആ സോംബീസുകളെ പേടിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ആ സോംബീസുകൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഉപ്പ് എറിയാണെങ്കിൽ അടച്ചു പിടിക്കണമെന്ന്. മാത്രമല്ല ഓൾറെഡി ഉസോപ്പ് ഇപ്പൊ വീക്കായിരിക്കുകയാണ്. ഇനി അവനെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്താന്ന് പറഞ്ഞ് ഉസോപ്പിനെ പിടിക്കാൻ അവന്റെ പിന്നാലെ ഓടും. ഉസോപ്പ് ആണെങ്കിൽ ആ ചുന്ദരി പെണ്ണിനും അവളുടെ അസിസ്റ്റന്റിന്റെ ഇടയിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ചുന്ദരി വില്ലത്തി ആണെങ്കിൽ ഉസോപ്പിനെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്ന് ചിന്തിക്കുകയാണ്. കാരണം അവളുടെ ആ ഗോസ്റ്റ് പവർ അത് അവന്റെ ബോഡിയിൽ വർക്കൗട്ട് ആവുന്നില്ല. മറ്റെന്ത് ചെയ്യുന്നു പറഞ്ഞ് അവൾ കൂലങ്കക്ഷായിട്ട് ആലോചിക്കും. അതേസമയം ഉസോപ്പ് അവനാണെങ്കിൽ അവളുടെ ചുറ്റും ഓടി എന്തോ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. ഒരു സെക്കൻഡ് അവൻ സഡൻ ബ്രേക്ക് ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ഞാൻ തോറ്റുപോയി, എന്നെ കൊണ്ട് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ താഴേക്ക് വീണ് കിടക്കും. ചില സോംബീസ് ചിന്തിക്കും ഉസോപ്പിന്റെ കാറ്റ് പോയെന്ന്. എന്നാൽ മറ്റു ചില സോംബീസ് അവര് വിളിച്ചു പറയും, ആരും അവനെ വിശ്വസിക്കരുത്, ഒരുപക്ഷെ ഇതൊരു ട്രാപ്പ് ആയിരിക്കാം. ഉസോപ്പ് നൈസായിട്ട് കുറച്ച് പെപ്പർ ഡയൽസ് അതുപയോഗിച്ച് ആ വാ പൊത്തി നിൽക്കുന്ന സോംബീസിന്റെ മൂക്കിൽ തന്നെ കറക്റ്റായിട്ട് ആഞ്ഞടിക്കും. മൂക്കിൽ പെപ്പർ പോയ നമ്മുടെ സോംബീസ് അവറ്റകളാണെങ്കിൽ തുമ്മാൻ തുടങ്ങും. ആ ഗ്യാപ്പില് ഉസോപ്പ് അവൻ വീണ്ടും അവറ്റകളുടെ വായിലേക്ക് ഉപ്പ് വലിച്ചടിക്കും. അത് കണ്ട വില്ലത്തെയും ആ സോംബീസും അവര് ഫുൾ കലിപ്പില് ഉസോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഉസോപ്പ് ഫയർ സ്റ്റാർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവർ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. സോംബീസ് ഉഷാറായിട്ട് ഓടി വന്ന് ഉസോപ്പിനെ ഇടിച്ച് തെറിപ്പിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവൻ കൊടുത്ത ആ ഒരു ഫയർ ഡയല് അതിൽ നിന്നും കർട്ടനിലേക്ക് തീ കയറി പടർന്ന് മുകളിലുണ്ടായിരുന്ന ഷാൻലിയാർ അതങ്ങനെ താഴേക്ക് വീണ് ഒരുപാട് സോംബീസ് അതിൽ പെട്ടുപോകും. അടുത്തതായിട്ട് ഉസോപ്പ് സ്പെഷ്യൽ അറ്റാക്ക് ഉപയോഗിച്ച് ആ ചുന്ദരി വില്ലെത്തി അവളെ പിടിക്കാനായിട്ട് അവളുടെ പിന്നാലെ പോകും. ഉസോപ്പിനെ കാണേണ്ട താമസം അവളാണെങ്കിൽ 100-110 ഓടുകയാണ്. ഉസോപ്പിന്റെ തൊട്ടു പിന്നാലെ അവളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഉസോപ്പിനെ അറഞ്ച പുറഞ്ച അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ചെക്കൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് ഉണ്ടായിരുന്ന തൂണുകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ മാൻഷന്റെ പുറത്ത് കാണിക്കും. അവിടെയാണെങ്കിൽ ആ 900 അത് ഓരോ സോംബീസിനായിട്ട് ഒന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. 900 ആണെങ്കിൽ അതിപ്പോ മാൻഷനിൽ നിന്ന് പുറത്തേക്ക് വന്ന് കടലിന്റെ അടുത്തേക്ക് പോയിരിക്കും. അതിനുശേഷം കടലിൽ കാലിട്ടടിക്കാനായിട്ട് തുടങ്ങും. ഉടനെ അതിൽ ക്രിയേറ്റ് ആവുന്ന വലിയ അല, ആ ഒരു അലയില് വെള്ളം ഇപ്പൊ കപ്പലിലേക്ക് കയറുകയാണ്. വെള്ളം കണ്ട നമ്മുടെ 3 ഹെഡ് ഡോഗ് അത് പേടിച്ച് വരച്ച് ഇപ്പൊ ഓടാനായിട്ട് ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ മാരേജ് ഹാള് കാണിക്കും. അവിടേക്കാണെങ്കിൽ സാഞ്ചി എത്തിക്കഴിഞ്ഞു. സാഞ്ചി ഫുൾ ഫോഴ്സിൽ കറങ്ങി വന്ന് നാമിയെ എടുത്തു നിൽക്കുന്ന ആ സോംബിക്കിട്ട ഒറ്റ ഇടി. ആ ഒരു ഇടിയില് അവൻ തെറിച്ചു പോവും. സാഞ്ചി കറക്റ്റ് ആയിട്ട് നാമിയെ ക്യാച്ച് ചെയ്യും. 900 ആണെങ്കിൽ ഇപ്പൊ കൈയും കാലൊക്കെ ഷേക്ക് ചെയ്ത് വാമപ്പ് ചെയ്യാണ്. കാരണം അവന് കടല് കണ്ട് അതിലേക്ക് ചാടിക്കൊളിക്കാൻ ഇപ്പൊ കൊതിയാവുകയാണ്.
ഒരുപാട് വർഷമായി അവൻ കുളിച്ചിട്ട് നീന്തിയിട്ട് പിന്നെ ഒന്നും നോക്കില്ല, കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. അവന്റെ ചാട്ടത്തില് വീണ്ടും ഒരുപാട് കടൽ വെള്ളം ആ കപ്പലിലേക്ക് എരച്ചു കയറും. അതിനുശേഷം 900 ആ കടലിൽ നീന്തിയും കുളിച്ചുമൊക്കെ ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യും. ഉടനെ ആ വവ്വാല് അത് അവിടേക്ക് വന്ന് ദേഷ്യപ്പെട്ടു പറയും, യു ആർ അൺബിലീവബിൾ. നീ ഇത്രയും വലിയ ഒരു മന്ദബുദ്ധിയായിരുന്നോ? കടൽ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ ലൈഫിന് അത് വലിയ ആപത്താണ്. നിന്റെ ബോഡിയിലുള്ള ആ ഒരു ഷാഡോ അത് പുറത്തേക്ക് പോകും. അതിന് 900 അത് ദേഷ്യപ്പെട്ടു പറയും, എല്ലാ റിസ്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വെള്ളത്തിലേക്ക് ചാടിയത്. എന്റെ വഴിയിൽ കുറുക്ക വരുന്നതോ എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതോ എനിക്കിഷ്ടമല്ല. കട്ട് ചെയ്താ ഇവിടെ സാഞ്ചി. അവനാണെങ്കിൽ ഇപ്പൊ നാമിയെ സേഫ് ആക്കി അങ്ങനെ കയ്യിലെടുത്തിരിക്കുകയാണ്. നാമി, ഇത് ഞാനാണ് നിന്റെ സാഞ്ചി, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ നീ എന്റെ കൈകളില് സേഫാണ്. സാഞ്ചി ഒരു സെക്കൻഡ് ഇപ്പൊ നാമിയെ തന്നെ കണ്ണിമ വെട്ടാൻ നോക്കും. അവൾക്കാണെങ്കിൽ ആ വെഡിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. വാവ്, യു ലുക്ക് അമേസിംഗ് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഉടനെ ഒരുപാട് സോംബീസുകള് സാഞ്ചിയെ അറ്റാക്ക് ചെയ്യാൻ പതിയെ പതിയെ അവനെ റൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത സെക്കൻഡ് ആ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ സാഞ്ചിക്ക് നേരെ എടുത്തു ചാടും. നീയും ആ പൈററ്റ് ടീമിലെ ഒരു മെമ്പർ അല്ലേ, മര്യാദയ്ക്ക് എന്റെ പെൺകുട്ടിയെ തിരിച്ചു തരുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അവനും ഇപ്പൊ നാമിയെ ഒരു സെക്കൻഡ് നോക്കും. വാവ്, അവളുടെ സൗന്ദര്യം കണ്ട് ഇപ്പൊ അവനും നാമിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനാവില്ല. അതിനുശേഷം സാഞ്ചിയും ഇൻവിസിബിൾ മാനും അവർ രണ്ടുപേരും ഇപ്പൊ നാമിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പരസ്പരം വർണ്ണിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴായിരിക്കും ആ ഇൻവിസിബിൾ മാന് ബോധോദയം ഉണ്ടാവുക. സാഞ്ചി അവൻ വില്ലനാണ്, അവനെ ഇല്ലാതാക്കി എന്റെ പെണ്ണിനെ തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് അവൻ സാഞ്ചി ആഞ്ഞടിക്കും. പക്ഷെ ജസ്റ്റ് മിസ്സിന് സാഞ്ചി രക്ഷപ്പെടും. സാഞ്ചി അവനോട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും. ഒരു പെൺകുട്ടി അതെന്റെ കയ്യിൽ കിടക്കുന്നത് നിനക്ക് കാണാൻ വയ്യേ. അതിന് ഇൻവിസിബിൾ മാൻ പറയും, എനിക്ക് നിന്നെ അറിയാം, നിന്റെ ഷാഡോയെ അറിയാം. ആക്ച്വലി നിന്റെ ഷാഡോ അത് വെറും യൂസ്ലെസ് ആണ്. സോ ഏറെക്കുറെ നിന്റെ പവറും നിന്റെ സ്ട്രെങ്തും എനിക്കും അറിയാന്നൊക്കെ പറഞ്ഞ് സാഞ്ചിയെ കളിയാക്കാൻ തുടങ്ങും. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നാമിയെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കിടത്തും. അതിനുശേഷം അവളുടെ സൗന്ദര്യം അത് വീണ്ടും ആസ്വദിക്കുകയാണ്. നാമി, നീ ഒരു മനുഷ്യ സ്ത്രീയല്ല, മറിച്ച് ഒരു ദേവതയാണ്. എനിക്ക് നിന്നെ എത്ര കണ്ടിട്ടും കൊതി തീരുന്നില്ല എന്ന് പറഞ്ഞ് അവളെ തന്നെ നോക്കിയിരിക്കും. ഇവിടെ ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ അതൊക്കെ കേട്ട് അവന്റെ കൺട്രോൾ പോവും. ഇൻവിസിബിൾ മാൻ പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ. ഓൾറെഡി നിന്റെ അടക്കം ഒരുപാട് പേരുടെ ഷാഡോസ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് സാഞ്ചി അവനങ്ങനെ കറങ്ങി വന്ന് ഇൻവിസിബിൾ മാന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരു ചവിട്ട്. ആ ഒരു ചവിട്ട് കെട്ടി അവൻ തെറിച്ചു പോവും. നിലത്തേക്ക് പോയി വീണ ഇൻവിസിബിൾ മാൻ അവന് പിടികിട്ടും. സാഞ്ചി അവൻ കരുതിയതുപോലെ ചില്ലറക്കാരനല്ല. അവൻ ഉഷാറായിട്ട് ചാടി എഴുന്നേറ്റ് ഇപ്പൊ രണ്ട് കൈ ഉപയോഗിച്ച് സാഞ്ചി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് സാഞ്ചി അവൻ നൈസായിട്ട് അവന്റെ കൈകൾ മുകളിലേക്ക് തട്ടിവിടും. സോ അവന്റെ അറ്റാക്ക് മുകളിലേക്ക് പോയി വീണ് സീലിംഗ് തകർന്ന് താഴേക്ക് വീഴും. അതിനുശേഷം സാഞ്ചി അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. നീ റോബിനെ കിസ് ചെയ്യുമല്ലേ, നാമി ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോ നീ ഒളിഞ്ഞു നോക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തെടുത്ത് കാണിച്ച് അവനെ കലി തീരുവോളം തല്ലി തല്ലി ഒരു പരുവാക്കും. ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ സാഞ്ചിയെ തടയാനും പറ്റുന്നില്ല, അവനെ തിരികെ തല്ലാനും പറ്റില്ല. അവന് വേറെ വഴിയില്ലാതെ അവൻ അടുത്ത നിമിഷം ഇൻവിസിബിൾ ആവും. അപ്പോഴായിരിക്കും സാഞ്ചി മറ്റൊരു 8ന്റെ പണി കൊടുക്കുക. അവൻ ഉസോപ്പ് കൊടുത്ത ഉപ്പ് അത് മുഴുവൻ കുറെ ബോൾസ് ആക്കി മാറ്റി അവിടെ മുഴുവൻ വലിച്ചെറിയും. അതിലൊരു ബോൾ കറക്റ്റ് ആയിട്ട് വായിൽ പോയി വീഴും. ഇതെന്താ ഉപ്പാണോ ചോദിക്കുന്ന സമയത്ത് സാഞ്ചി വീണ്ടും അവനെ ഫോക്കസ് ചെയ്ത് അവന്റെ ബോഡിയിൽ ആഞ്ഞെട്ടിക്കും. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ വലിയൊരു തീയായിട്ട് അങ്ങനെ കത്തി എരിയാൻ തുടങ്ങും. ഇവിടെ ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഒന്നനങ്ങാൻ പോലും കഴിയാതെ വീണ് കിടക്കും. സാഞ്ചി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് അടുത്തതായിട്ട് അവനെ എങ്ങനെ കൊല്ലാം എന്ന് ആലോചിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.